ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാക്ക് എന്ന ഡാറ്റ സ്ട്രക്ചറും അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ്. സ്റ്റാക്ക് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അറേ, ലിങ്ക്ഡ് ലിസ്റ്റ് പോലുള്ള മറ്റൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക്. സ്റ്റാക്കിനകത്ത് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു എലമെന്റ്സിനകത്ത് ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള എലമെന്റ് ആയിരിക്കും ഫസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നോക്കൂ, സ്റ്റാക്ക് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിളാണ് സ്റ്റാക്കിൽ ഫോളോ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. അതിനകത്തേക്ക് ഒരുപാട് ഡാറ്റ എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള എലമെന്റ് ഇതാണ്. ദെൻ സെക്കൻഡ് ഡാറ്റ എലമെന്റ്, തേർഡ് ഡാറ്റ എലമെന്റ്, ഫോർത്ത് ഡാറ്റ എലമെന്റ്. ഇതിനകത്തേക്ക് നമ്മൾ ലാസ്റ്റ് ഏത് ഡാറ്റയാണോ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് അതിനെയായിരിക്കും നമ്മൾ ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തതിനെ ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സി ഡിയുടെ സ്റ്റാൻഡുകൾ. ഓക്കെ, ഈ ഒരു രീതിയിലാണല്ലോ സി ഡി സ്റ്റാൻഡ് വരുന്നത്. ഈ സി ഡി സ്റ്റാൻഡിനകത്ത് നമ്മൾ ഓരോ സി ഡി ഇൻസേർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് സി ഡി, സെക്കൻഡ് സി ഡി, തേർഡ് സി ഡി. ഈ ഒരു രീതിയിൽ ഒരുപാട് സി ഡികൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇതിൽ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സി ഡി ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടേക്ക് ചെയ്തത്, അല്ലേ? ഇതിന് താഴെ നിന്ന് നമുക്ക് സി ഡി എടുക്കാൻ പറ്റുമോ? ഇല്ല. അതല്ലെങ്കിൽ ഒരുപാട് പ്ലേറ്റുകൾ നമ്മൾ ഒന്നിന് മുകളിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെച്ചിട്ടുള്ള പ്ലേറ്റ് ആയിരിക്കും ഫസ്റ്റ് എടുക്കുന്നത്. ഒരിക്കലും അതിൻ്റെ താഴെ നിന്ന് പോയിട്ട് നമുക്കൊരു പ്ലേറ്റിന് എടുക്കാൻ സാധിക്കില്ല. ഇതാണ് സ്റ്റാക്കിൽ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അറേഞ്ച്മെന്റ്. ഓക്കെ, ഇവിടെ സ്റ്റാക്കിനകത്ത് ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യുന്നത് സെയിം എൻഡിലാണ്, അല്ലെങ്കിൽ സെയിം പൊസിഷനിലാണ് ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യുന്നത്. നമ്മൾ അറേയിൽ, ലിങ്ക്ഡ് ലിസ്റ്റിലെല്ലാം ഒരു അറേയുടെ എൻഡിൽ, അറേയുടെ ബിഗിനിങ്ങിൽ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പൊസിഷനിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്റ്റാക്ക് എന്നുള്ള ഡാറ്റ സ്ട്രക്ചറിൽ ഇൻസേർഷനും ഡിലീഷനും ഒരൊറ്റ എൻഡിലാണ് പെർഫോം ചെയ്യുന്നത്. ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലാണ് ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് എന്താണ്? സ്റ്റാക്ക് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ലിഫോ ആണ്. ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള എലമെന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യുന്നത് ഒരൊറ്റ എൻഡിലാണ്. നമ്മൾ ഒരു ഡാറ്റ സ്ട്രക്ചർ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻസേർഷനും ഡിലീഷനും ഒരൊറ്റ എൻഡിലാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്റ്റാക്ക് എന്നുള്ള ഡാറ്റ സ്ട്രക്ചറാണ്. ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ പുഷ് എന്നാണ് പറയുന്നത്. ഒരു സ്റ്റാക്കിനകത്തേക്ക് എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എലമെന്റ്സിനെ ഒരു സ്റ്റാക്കിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പെർഫോം ചെയ്യുന്ന ബേസിക് ഓപ്പറേഷൻസ് ആണ് പുഷ് ആൻഡ് പോപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. സ്റ്റാക്ക് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ദാറ്റ് ഫോളോസ് ലിഫോ. ലിഫോ എന്നുള്ള പ്രിൻസിപ്പിളാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ദ ലാസ്റ്റ് എലമെന്റ് ഇൻസേർട്ടഡ് ഈസ് ദ ഫസ്റ്റ് ടു ബി പോപ്ഡ് ഔട്ട്. ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള എലമെന്റ് ആണ് ഫസ്റ്റ് നമ്മൾ പോപ്പ് ചെയ്യുന്നത്. പോപ്പ് മീൻസ് എന്താണ്? റിമൂവ്. ഓക്കെ, പുഷ്, പോപ്പ്. പുഷ് മീൻസ് ഇൻസേർട്ട് ചെയ്യുന്നു, പോപ്പ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് മീൻസ് ബോത്ത് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ ഹാപ്പൻ അറ്റ് വൺ എൻഡ്. ഈ ഒരു സ്റ്റാക്കിന്റെ ഒരു പ്രത്യേകതയാണ്. സ്റ്റാക്കിനകത്ത് ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലാണ്. ഓക്കെ, ഞാൻ ബേസിക് ഓപ്പറേഷൻസ് ഓൺ സ്റ്റാക്ക്. സ്റ്റാക്കിനകത്ത് പെർഫോം ചെയ്യുന്ന ബേസിക് ഓപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് വൺ പുഷ്. പുഷ് എന്താണ്? ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡാറ്റ എലമെന്റിനെ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് പുഷ് എന്ന് പറയുന്നത്. ദെൻ പോപ്പ്. പോപ്പ് എന്താണ്? ഒരു എലമെന്റിനെ സ്റ്റാക്കിൽ നിന്നും റിമൂവ് ചെയ്യുന്നതിനെയാണ് പോപ്പ് എന്ന് പറയുന്നത്. ദെൻ ടോപ്പ് എന്നുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഇതിനെ പീക്ക് എന്നും പറയാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ചില മെറ്റീരിയലിനകത്തെല്ലാം പീക്ക് എന്നാണ് കാണാറുള്ളത്.
അപ്പോൾ എക്സാമിന് പീക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടോപ്പ് എന്നുള്ള ഓപ്പറേഷനാണ്. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ റിട്ടേൺ ചെയ്യുന്നത് ടോപ്പ് എലമെന്റ് ഓഫ് ദ സ്റ്റാക്ക് ആണ്. ഒരു സ്റ്റാക്കിനകത്തുള്ള ടോപ്പ് എലമെന്റിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. നോക്കൂ, ഒരു സ്റ്റാക്ക് അതിനകത്ത് എലമെന്റ്സ് ഉണ്ട് 2, 4, 8, 6. ഇതിലെ ടോപ്പ് എലമെന്റ് ആണ് 6. ഈ ഒരു പീക്ക് അല്ലെങ്കിൽ ടോപ്പ് എന്നുള്ള ഓപ്പറേഷൻ റിട്ടേൺ ചെയ്യുന്നത് 6 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പോപ്പ് എന്നുള്ള ഓപ്പറേഷൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. റിമൂവ് എന്നുള്ള ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി ഒരു എലമെന്റിന്റെ മെമ്മറി സ്പേസിനെ തന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ടോപ്പ് ഓപ്പറേഷൻ ആ ഒരു സ്പേസ് അവിടെ റിമൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ വാല്യൂ, ടോപ്പിലുള്ള വാല്യൂ ഏതാണ് എന്ന് ഡിസ്പ്ലേ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈസ് എംപ്റ്റി ആൻഡ് ഈസ് ഫുള്ള് മറ്റു രണ്ട് ഓപ്പറേഷൻസ് ആണ്. ഈസ് എംപ്റ്റി, ഈസ് ഫുള്ള്. ഈസ് എംപ്റ്റി എന്താണ്? റിട്ടേൺസ് ട്രൂ ഇഫ് സ്റ്റാക്ക് ഈസ് എംപ്റ്റി. സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് എംപ്റ്റി സ്റ്റാക്ക് ആണെങ്കിൽ അവിടെ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈസ് ഫുൾ എന്തായിരിക്കും? സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഫുൾ ആണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാക്കിനകത്ത് പെർഫോം ചെയ്യുന്ന ബേസിക് ഓപ്പറേഷൻസ്. ഫസ്റ്റ് വൺ, പുഷ്, വാല്യൂ സ്റ്റാക്കിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. പോപ്പ് ഒരു ഡാറ്റ എലമെന്റിന് അല്ലെങ്കിൽ ഒരു വാല്യൂ സ്റ്റാക്കിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. ദെൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ടോപ്പ് അല്ലെങ്കിൽ പീക്ക് എന്നുള്ള ഓപ്പറേഷന് ടോപ്പിലുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ആ ഒരു മെമ്മറി സ്പേസ് അവിടെ റിമൂവ് ചെയ്യുന്നില്ല, അതിനെ ഡിലീറ്റ് ചെയ്യുന്നില്ല, അതിനെ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഈസ് എംപ്റ്റി, സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നു. ഈസ് ഫുള്ള്, സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ, ഫുൾ സ്റ്റാക്ക് ആണെങ്കിൽ അവിടെ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാക്ക് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ദെൻ സ്റ്റാക്കിൻ്റെ ഡെഫിനിഷന്, സ്റ്റാക്കിൽ പെർഫോം ചെയ്യുന്ന ബേസിക് ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക്. സ്റ്റാക്കിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാക്ക് എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ നമ്മൾ സീല് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഏത് പൊസിഷനിലാണോ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് പെർഫോം ചെയ്യേണ്ടത്, അവിടെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാറുള്ളത്, അല്ലേ? ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ ഒരു ഫംഗ്ഷൻ എന്താണോ ഫംഗ്ഷനകത്ത് കൊടുത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ റിട്ടേൺ ചെയ്യാതെ ആ ഒരു ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിന് വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നു. ഇതാണ് ഫംഗ്ഷൻ കോൾ. ദെൻ റിക്കേഷൻ നമ്മൾ സീല് പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ റിപ്പീറ്റഡ്ലി കോൾ ചെയ്യുന്നതിനെയാണ് റിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ. എക്സ്പ്രഷൻ ഇവാലുവേഷനിൽ ഇൻഫിക്സ്, പോസ്റ്റ് ഫിക്സ്, പ്രീഫിക്സ്, അതിൻ്റെ കൺവേർഷൻസ് ഇതൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ്, സിൻടാക്സ് പാഴ്സിങ്. ഓഫ് കോഴ്സ് മെമ്മറി മാനേജ് ചെയ്യുന്നുണ്ട്. ഒരു ഡാറ്റ സ്ട്രക്ചർ മെമ്മറി മാനേജ് ചെയ്യുന്നുണ്ട്. ദെൻ റിവേഴ്സിങ് എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു സ്ട്രിങ്, ഒരു ഹായ് അല്ലെങ്കിൽ ഹലോ, ഇതിനെ നമുക്ക് റിവേഴ്സ് ഫോമിലേക്ക് കിട്ടുന്നതിന് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താണ്, ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള എലമെന്റ് ആണ് ഫസ്റ്റ് ഡിലീറ്റ് ആവുന്നത്. ഓക്കെ, ദെൻ പരാന്തസിസ് ചെക്കർ. കൺവേർഷൻ ഓഫ് ആൻ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഇൻടു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. ഇൻഫിക്സ് എക്സ്പ്രഷനിൽ നിന്ന് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻസിന്റെ ഇവാലുവേഷന് വേണ്ടിയിട്ട് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നു. ദെൻ കൺവേർഷൻ ഓഫ് ഇൻഫിക്സ് എക്സ്പ്രഷൻ ഇൻടു പ്രിഫിക്സ് എക്സ്പ്രഷൻ. ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ്, ഇൻഫിക്സ് ടു പ്രിഫിക്സ്, ദെൻ പ്രിഫിക്സ് ഇവാലുവേഷൻ. അപ്പോൾ ഇതെല്ലാം കോർ പഠിക്കുന്നവർക്കാണ് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, റിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ടവർ ഓഫ് ഹാനോയ്. ഓക്കെ, ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് സ്റ്റാക്കിനകത്ത് വരുന്നത്. ഇതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്കസ് വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്സിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് എഴുതാം. ദെൻ നെയിം എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ 2 ആപ്ലിക്കേഷൻ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതും 2 മാർക്സിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലിഫോ ആർക്കിടെക്ചർ. ദെൻ അതിന് എക്സാമ്പിൾ. ലിഫോ ആർക്കിടെക്ചർ എന്താണ്?
ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള എലമെൻ്റ് ആയിരിക്കും ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഒരു ഡാറ്റ സ്ട്രക്ചറിനകത്തേക്ക് ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള എലമെൻറ്റ് ലാസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? സ്റ്റാക്കാണ്. സ്റ്റാക്കിലാണ് ലിഫോ എന്നുള്ള പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കൂ. എഫിഷ്യൻറ്റ് യൂസ് ഇൻ റിക്കേർഷൻ ആൻഡ് ഫങ്ഷൻ കോൾസ്. സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ട് റിക്കേർഷൻ എന്താണ്? ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫംഗ്ഷൻ കോൾസും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഫാസ്റ്റ് ആക്സസ് ടു റീസെൻറ്റ് യൂസ്ഡ് ഐറ്റം. റീസെൻ്റ്ലി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം നമുക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാക്ക് എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുമ്പോഴാണ്. ദെൻ മെമ്മറി മാനേജ്മെൻറ്റ്. ഓഫ് കോഴ്സ് ഏതൊരു ഡാറ്റ സ്ട്രക്ചറും മെമ്മറി മാനേജ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ഇൻ പാഴ്സിങ് ആൻഡ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് പാഴ്സിങ് നമുക്ക് കോർ പഠിക്കുന്ന കുട്ടികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാഴ്സിങ്ങിലും ബാക്ക് ട്രാക്കിങ്ങിലും ലിഫോ എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റാക്ക് എന്താണ്? സ്റ്റാക്ക് എന്നുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അത് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ, ദെൻ സ്റ്റാക്ക് എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏരിയാസ്, അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.